Hello friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ടൈറ്റിൽ വായിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് ഷവോമിയുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ Mi 11 Lite ആണ്. അപ്പോൾ Xiaomi Mi 11 Lite. അപ്പോൾ നമ്മുടെ കയ്യിൽ രണ്ട് ഡിവൈസ് ഉണ്ട് Mi 11 Lite. അപ്പോൾ നിങ്ങൾ വിചാരിക്കും രണ്ട് ഡിവൈസ് അൺബോക്സ് ചെയ്യുന്നത് എന്തിനാണ്? ഇത് രണ്ട് കളറാണ്. പക്ഷേ ഒരു സർപ്രൈസ് ഉണ്ട്. ഒരു ഡിവൈസ് നിങ്ങൾക്കുള്ളതാണ്. അതായത് നമ്മൾ ഒരു ഡിവൈസ് ഗിവ് അവേന് കൊടുക്കുകയാണ്. അപ്പോൾ രണ്ട് Mi 11 Lite ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഒരെണ്ണത്തിൻ്റെ കളറ് ടസ്കനി കോറൽ, രണ്ടാമത്തെ ജാസ് ബ്ലൂ. അപ്പോൾ ഈ രണ്ട് കളറിൽ ഒരെണ്ണം നിങ്ങൾക്കുള്ളതാണ്. അതേതാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ കമ്മ്യൂണിറ്റി ടാബിൽ നമ്മളൊരു ചെറിയൊരു പോൾ കൊടുത്തിട്ടുണ്ട്. ആ പോളിൽ പോയി നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ഏത് കളറാണ് ഞാൻ ഗിവ് അവേ കൊടുക്കേണ്ടത്. ടസ്കനി കോറലാണോ അതോ ബ്ലൂ ആണോ? അപ്പോൾ ഞാൻ രണ്ട് കളറും ഈ വീഡിയോയിൽ കാണിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യും. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന കളറ് നമ്മൾ ഗിവ് അവേയിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഗിവ് അവേൻ്റെ റൂൾസ് എല്ലാം തന്നെ ഞാൻ ഈ വീഡിയോൻ്റെ ഇടയ്ക്ക് പറയുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്, ഈ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് Mi 11 Liteലേക്ക് വരാം. അപ്പോൾ Mi 11 Liteൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ സ്ലിം ഡിവൈസാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൻ്റെ ലൈറ്റ് വെയ്റ്റ് ഡിസൈനാണ് ആസ്പെക്ട്. പിന്നെ ഇതിൻ്റെ ഹാർഡ്വെയർ ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 732G ഒക്ടോകോർ പ്രോസസ്സറാണ്. ഒരു 64 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. 4250 mAh കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് 33 watt ചാർജിങ്ങും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇത് ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഇത് AMOLED ഡിസ്പ്ലേ ആണ്. 10-bit AMOLED ഡിസ്പ്ലേ ആണ്. ഈ കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ആദ്യത്തെ 10-bit ഡിസ്പ്ലേ ആണ്. AMOLED പാനലാണ്. 90 Hz റിഫ്രഷ് റേറ്റുമാണ് വരുന്നത്. പിന്നെ Xiaomi Mi 11 Liteൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ പേരിൽ പോലെ തന്നെ ഇത് വളരെ ലൈറ്റ് വെയ്റ്റും വളരെ സ്ലിം ആയ ഡിവൈസാണ്. ഇതിൻ്റെ തിക്നെസ് പറഞ്ഞാൽ വെറും 6.8 mm ആണ്. പ്രോബബ്ലി സ്ലിമ്മസ്റ്റ് സ്മാർട്ട് ഫോൺ ഓഫ് 2021 എന്ന് വേണ്ടി പറയാം. 6.8 mm. അതെ, വളരെ സ്ലിമ്മായ ഒരു ഡിവൈസാണ്. അതേപോലെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെറും 157 ഗ്രാമാണ്. അത് ഇപ്പോൾ ഈ കാറ്റഗറിയിൽ അതായത് 157 grams ഒക്കെ വരുന്ന സ്മാർട്ട് ഫോൺസ് കാണാറില്ല. എല്ലാം തന്നെ 200 above grams ആണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ് ഇത്രയും ലൈറ്റ് വെയ്റ്റും അല്ലെങ്കിൽ സ്ലിമ്മായ ഒരു ഫോം ഫാക്ടറിൽ ഷോമി കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പേര് Mi 11 Lite. അപ്പോൾ Mi 11 Lite വളരെ സ്ലിം ആൻഡ് ലൈറ്റ് വെയ്റ്റ് ഡിവൈസാണ്. അപ്പോൾ ഈ ഒരു ഫോൺ ഒരെണ്ണം നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ വിൻ ചെയ്യാന്നുള്ളത് ഈ വീഡിയോ കാണാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഈ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് Mi 11 Liteൻ്റെ അൺബോക്സിങ്ങിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് കളേഴ്സ് കാണാം. ഏത് കളറാണ് ഗിവ് അവേ തരേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് Mi 11 Liteൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് Mi 11 Lite അൾട്രാ സ്ലിം ഡിസൈൻ, 90 Hz 10-bit AMOLED പാനൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് മെയിൻ ഫീച്ചേഴ്സ് പറയാവുന്നത്. 6.8 mm തിക്നെസ് വരുന്നുള്ളൂ. അതേപോലെ 6.55 inches 90 Hz AMOLED ഡിസ്പ്ലേ, 10-bit ട്രൂ കളർ ടെക്നോളജി, ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 732G 64 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, അൾട്രാ വൈഡും ടെലി മാക്രോ ലെൻസും ഉണ്ട്. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, 16 മെഗാപിക്സൽ സെൽഫി ക്യാമറ, Z-axis ലീനിയർ വൈബ്രേഷൻ മോട്ടർ, UFS 2.2 സ്റ്റോറേജ് സപ്പോർട്ട്, 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ്, ലിക്വിഡ് കൂൾ ടെക്നോളജി, ആർക്ക് ഡിസൈൻ, സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. 4250 mAh കപ്പാസിറ്റി ബാറ്ററിയും 33 watt ചാർജിംഗ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ടസ്കനി കോറിലാണ് നമ്മുടെ ബോക്സ് തുറക്കാൻ പോകുന്നത്. ഞാൻ ബാക്കി ബ്ലൂ കളറും കൂടെ കാണിച്ചു തരാം. 8GB 128GB സ്റ്റോറേജ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് വളരെ ക്വിക്കായിട്ടൊന്ന് തുറക്കാം. തുറക്കുമ്പോൾ തന്നെ ഡിസൈൻ ബൈ ഷവോമി എന്നുള്ളൊരു ബോക്സാണ്. ഇതിനകത്ത് സിം ഇജക്റ്റ് പിൻ ആണ്. പിന്നെ ഒരു കേസ് ഉണ്ട്. സ്റ്റാൻഡേർഡ് കേസാണ് കൊടുത്തിരിക്കുന്നത്. ഇത് എത്രത്തോളം നല്ലതാണെന്ന് നമുക്ക് നോക്കാമെന്ന്. അതുകൊണ്ടില്ലേ, സ്റ്റാൻഡേർഡ് TPU കേസാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു സർക്കുലർ അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ഇത് കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡായി വരുന്ന TPU കേസാണ്. പിന്നെ Mi 11 Liteൻ്റെ വാറൻറ്റി ആൻഡ് മാനുവലാണ് വരുന്നത്. ഇതിനകത്ത് സിം കാർഡ് സ്ലോട്ട് 2 നാനോ സിം കാർഡ് സ്ലോട്ടാണ്. ഒരെണ്ണം മൈക്രോ SD കാർഡുമായിട്ട് യൂസ് ചെയ്യാം. ഹൈബ്രിഡ് സ്ലോട്ടാണ്. പിന്നെ സാർ വാല്യൂ ഹെഡ് സാർ 0.857, ബോഡി സാർ 0.77 ആണ്. ഇൻ കേസ് ഇൻട്രസ്റ്റഡ് ആയവർക്ക് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് USB Type-C to 3.5 mm അഡാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ 3.5 mm ഓഡിയോ ജാക്ക് ഇതിനകത്തില്ല. പക്ഷേ USB Type-C പോർട്ട് അഡാപ്റ്ററായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ആസ്പെക്റ്റാണ്. കാരണം സ്ലിം ഫോൺ ആകുമ്പോൾ 3.5 mm ഓഡിയോ ജാക്കിന് കട്ട് ഡൗൺ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് അതിന് പകരം USB Type-C അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ബോക്സിൻ്റെ മെയിൻ ആസ്പെക്ട്സ്. ഇനി ഡിവൈസ് നോക്കാം. അപ്പോൾ ഇതാണ് ടസ്കനി കോറൽ എന്ന് പറഞ്ഞ കളറ്. ഇതാണ് അവരുടെ ഫ്ലാഗ്ഷിപ്പ് കളർ എന്ന് പറയാവുന്നത്. കോറൽ കളറാണ്. അപ്പോൾ നമുക്ക് ഫോണിലേക്ക് ഒന്ന് വരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ബാക്കി എന്തൊക്കെയും കൂടി ഇത് നോക്കാം.
പിന്നെ അത് നമുക്ക് കിട്ടുന്ന ഒരു 33 watt അഡാപ്റ്ററാണ്. പിന്നെ ഒരു കേബിളാണ് വരുന്നത്. സ്റ്റാൻഡേർഡ് USB Type C ചാർജിങ് ആൻഡ് ഡേറ്റ സിങ്കിങ് കേബിളാണ്. പിന്നെ വരുന്നത് ഒരു അഡാപ്റ്ററാണ്. ഇത് നമ്മൾ സ്റ്റാൻഡേർഡായി കാണുന്ന ഷോമിൻ്റെ 33 watt അഡാപ്റ്ററാണ്. 11 volt 3 ampere 33 watt അഡാപ്റ്ററാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് 2 കളേഴ്സ് നോക്കാം, ഫോൺ ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ കയ്യിൽ 2 കളറും വന്നിരിക്കുകയാണ്. ജാസ് ബ്ലൂ, ടസ്കനി കോറൽ. രണ്ടും തന്നെ വളരെ മനോഹരമായ 2 കളറാണ്. ഒരെണ്ണം പ്രോപ്പർ ബ്ലൂ ആണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതൊരു കോറൽ ഫിനിഷാണ് വരുന്നത്. അപ്പോൾ രണ്ടും തന്നെ വളരെ മനോഹരമായ കളേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഗിവ് അവേ കൊടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ നിങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റി ടാബിൽ, ഈ ചാനലിലെ കമ്മ്യൂണിറ്റി ടാബ് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പോള് കാണാം. പോളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഏറ്റവും കൂടുതൽ വോട്ട്സ് കിട്ടുന്ന കളറായിരിക്കും നമ്മൾ ഗിവ് അവേ കൊടുക്കുക. ബ്ലൂ അല്ലെങ്കിൽ കോറൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും നമ്മൾ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിസൈൻ ആസ്പെക്റ്റ് ഒന്ന് പറയാം. ഇതിനകത്ത് കണ്ടില്ലേ ഒരു സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. നിങ്ങൾക്ക് തിക്നെസ് കണ്ടില്ലേ, വളരെ സ്ലിം ആയ ഒരു ഡിവൈസാണ്. 6.8 mm തിന്നാണ് ഇത്. കണ്ടില്ലേ, വളരെ സ്ലിം ആൻഡ് ലൈറ്റ് വെയിറ്റ് ആണ്. വെറും 157 grams. വളരെ ലൈറ്റ് വെയിറ്റ് ആയ ഫോണാണ്. പിന്നെ ക്യാമറ മോഡ്യൂളിൻ്റെ ആ ഡിസൈൻ കണ്ടില്ലേ, ഒരു 64 MP ക്യാമറ ലേ ഔട്ടാണ് വരുന്നത്. LED ഫ്ലാഷിംഗ് ആണ്. ഷവമീൻ്റെ ബ്രാൻഡിങ്ങും കാണാം. പിന്നെ ഇവിടെ നമുക്ക് ഒരു വോളിയം റോക്ക് കേസ് കാണാം. പ്ലാസ്റ്റിക് ചാസിയാണ്. ഇവിടെയും ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു പ്ലാസ്റ്റിക് ചാസി. പിന്നെ സിം ട്രെയും USB Type C പോർട്ടും സ്പീക്കറും. ഇവിടെ നമുക്ക് ഒരു സ്പീക്കറും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഹാർഡ്വെയർ ആസ്പെക്റ്റ്. വളരെ സ്ലിം ഫോം ഫാക്ടറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ലുക്കിംഗ് ഡിവൈസസ് എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണല്ലേ. രണ്ടും കൂടി ചേർത്താൽ പോലും ഒട്ടും തന്നെ തിക്നെസ് ഇല്ല. അപ്പോൾ വളരെ സ്ലിം ഫോം ഫാക്ടറാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ ഒന്ന് നോക്കാം. ഇതിനകത്ത് വരുന്നത് 6.55 inches AMOLED ഡിസ്പ്ലേ ആണ്. വളരെ സ്മൂത്ത് ഡിസ്പ്ലേ ആണ്. പ്രത്യേകിച്ച് ഈ കളേഴ്സിനും കാണാം, വളരെ മനോഹരമായ കളേഴ്സാണ് വരുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് 10-bit ഡിസ്പ്ലേ ആണ് വരുന്നത്. അതൊരു ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ആദ്യത്തെ 10-bit ഡിസ്പ്ലേ എന്ന് പറയുന്നത്. സാധാരണ 8-bit ഡിസ്പ്ലേ ആണ്. അപ്പോൾ കുറേയും കൂടെ വൈബ്രൻറ്റ് കളേഴ്സ് ഇതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ 90 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സ്മൂത്താണ്. നമ്മൾ 120 Hz ഒക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ നമുക്ക് എല്ലാം കൂടെ കിട്ടില്ല. ഇവിടെ നമുക്ക് കിട്ടുന്നത് 10-bit ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് 90 Hz റിഫ്രഷ് റേറ്റേ വരുന്നുള്ളൂ. പക്ഷേ നല്ല സ്മൂത്തായ ഡിസ്പ്ലേ ആണ്. പിന്നെ കളർ സ്കീം കണ്ടില്ലേ, ഓട്ടോ സാച്ചുറേറ്റഡ് ഒറിജിനൽ കളർ അങ്ങനെ ചേഞ്ചസ് ഒക്കെ വരുത്താവുന്നതാണ്. പിന്നെ ഡാർക്ക് മോഡ് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമുക്ക് ജനറലി നമ്മൾ കാണുന്ന പോലെ എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇതിനകത്തും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നല്ലൊരു ഫീച്ചർ റിച്ച് UI കൂടിയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ കാര്യം ഞാൻ വീണ്ടും പറയാം. ഇതൊരു AMOLED പാനലാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു വിവിഡ് കളേഴ്സാണ് വരുന്നത്. പിന്നെ ഗോറില്ല ഗ്ലാസ് സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ വളരെ മനോഹരമായ ഡിസ്പ്ലേയിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയറിലേക്ക് പോകാം. ഇതിനകത്ത് വരുന്നത് Android 11 ആണ്. എബൌട്ട് ഫോൺ എടുത്തു കഴിഞ്ഞാൽ കാണാം MIUI 12 ആണ്. 12.5 വന്നിട്ടില്ല. അതൊരു എനിക്ക് തോന്നുന്നു MIUI 12.5 അവർക്ക് കൊടുക്കാമായിരുന്നു. കാരണം MIUI 12.5 വളരെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുന്ന ഒരു UI ആണ്. ഇവിടെ 12 വന്നിട്ടുള്ളൂ, പക്ഷേ 12.5 വരുന്നുണ്ട് എന്നാണ് നമുക്കിതുവരെ ന്യൂസ് കിട്ടിയിട്ടില്ല എന്നേക്ക് വരും എന്നുള്ളത്. പക്ഷേ അത് പ്രോമിസ് ചെയ്തിട്ടുണ്ട് MIUI 12.5 വരുന്നുള്ളത്. പിന്നെ ഇതിനകത്ത് നമുക്ക് ആക്ച്വലി ഇതിൻ്റെ ഹാപ്റ്റിക്സ് വളരെ നല്ലതാണ്. നല്ല ഫീഡ്ബാക്കാണ് ഹാപ്റ്റിക്സ്. നല്ല സ്മൂത്ത് ഹാപ്റ്റിക്സ് ആണ് വരുന്നത്. പിന്നെ നമ്മൾ ജനറലി MIUIയിൽ കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്ന സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ടല്ലേ. ഗെയിം ടർബോ, വീഡിയോ ടൂൾ ബോക്സ്, ഫ്ലോട്ടിംഗ് വിൻഡോ, സെക്കൻഡ് സ്പേസ്, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും തന്നെ നമുക്ക് ഇവിടെയും കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറയിലോട്ട് പോകാം. ഇതിനകത്ത് വരുന്നത് 64 MP ക്യാമറയാണ്. ഇതൊരു സാംസങ് GW3 സെൻസറാണ്. 8 MP അൾട്രാ വൈഡും 5 MP ടെലി മാക്രോ ലെൻസുമാണ് വരുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഷോമി സെറ്റപ്പാണ് വരുന്നത്. വീഡിയോ റെക്കോർഡിംഗ് 4K 30 FPS സപ്പോർട്ടഡ് ആണ്. 1080p 1360 FPS സപ്പോർട്ടഡ് ആണ്. പിന്നെ പ്രോ മോഡ്, പോർട്രേറ്റ് മോഡ്, ഇവിടെ നമുക്ക് ഒരുപാട് മോഡ്സ് വരുന്നുണ്ട്. 64 MP വ്ളോഗ് മോഡ്, ഡ്യുവൽ വീഡിയോ മോഡ്, ലോങ് എക്സ്പോഷർ, മൂവി എഫക്ട്സ്, ക്ലോൺ മോഡ്, സ്ലോ മോഷൻ 960 FPS സപ്പോർട്ടഡ് ആണ്. അപ്പോൾ നമ്മൾ സാധാരണ കാണുന്ന എല്ലാ ക്യാമറ ഓപ്ഷൻസും നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്വിക്കായിട്ടൊരു ഫോട്ടോ എടുക്കാം. ഇതിൻ്റെ തന്നെ ഫോട്ടോ എടുക്കാം. ആണല്ലേ. അപ്പം നല്ല ക്ലാരിറ്റി ഒക്കെ തരുന്ന ഒരു ക്യാമറയെ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. ഞാൻ ഡീറ്റെയിൽഡായി ക്യാമറ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല, റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ പറയാം. എനിക്കൊന്ന് നല്ലൊരു ക്യാമറ സെറ്റപ്പായിട്ട് എനിക്ക് തോന്നി. നല്ല ഒരു ഫീച്ചേഴ്സ് ഒക്കെ തരുന്ന ക്യാമറയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം. അപ്പോൾ ഇതൊക്കെയാണ് Mi 11 Lite എടുത്ത ക്യാമറ സാമ്പിൾസ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ക്യാമറ എന്ന് പറയാം. തീർച്ചയായിട്ടും ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ഡീറ്റെയിൽഡായി ക്യാമറ റിവ്യൂ നമ്മൾ പിന്നീട് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻസ് ആണ്. അപ്പോൾ ഓവറോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ് തീർച്ചയായിട്ടും കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് മാക്രോ സെൻസർ, വളരെ മനോഹരമായ മാക്രോസ് എടുക്കാൻ സാധിക്കുന്നതാണ്.
ഇതിൻ്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ 4250 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് വരുന്നത് 33 വാട്ട് ചാർജിംഗ് ആണ്. അപ്പോൾ സ്ലിം ഫോം ഫാക്ടർ ആയതുകൊണ്ട് തന്നെ ബാറ്ററീൻ്റെ കാര്യത്തിൽ വലിയൊരു കുറവൊന്നും വന്നിട്ടില്ല. 4250 mAh കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്. ഷോമി പറയുന്നത് എന്താ വെച്ചാൽ ഈ ഫോണിന് വേണ്ടി അവർക്ക് അവരെ എല്ലാ കോമ്പണൻസും റീഡിസൈൻ ചെയ്യേണ്ടി വന്നു. കാരണം ഇത്രയും സ്ലിം ആയ ഫോൺ ഡിസൈൻ ചെയ്യുമ്പോൾ അതിന് ഒരുപാട് R&D വ്യത്യാസം വരുന്നുണ്ട്. കാരണം ബാറ്ററീൻ്റെ തിക്നെസ് കുറയ്ക്കണം, ഡിസ്പ്ലേ പാനലിൻ്റെ തിക്നെസ് കുറയ്ക്കണം. അതേപോലെ ഇത് പ്ലാസ്റ്റിക് OLED പാനലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എന്താ വെച്ചാൽ തിക്നെസ് വീണ്ടും കുറഞ്ഞുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് റിസർച്ച് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലീറ്റ്ലി റീഡിസൈൻഡ് ഡിവൈസ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. വളരെ ലൈഫ് സ്റ്റൈൽ പ്രൊഡക്റ്റാണ് ഇത്. ഇനി നമുക്ക് ഇതിൻ്റെ ഗീവ് അവേയിലോട്ട് വരാം. അപ്പോൾ നമ്മൾ ഇത് ഒരു ഫോണ് ഗീവ് അവേ കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗീവ് അവേൻ്റെ റൂൾസ് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും ഞാൻ ഇട്ടിട്ടുണ്ട്. ആ ലിങ്കിൽ പോവുക. ആ ലിങ്കിൽ പോയിട്ട് നമ്മൾ നോർമൽ ഗീവ് അവേയിൽ ചെയ്യുന്ന മാതിരി തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഫോളോ ചെയ്യുക. ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, അതേപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. ഈ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമേ നിങ്ങൾക്ക് വിന്നറിനെ സെലക്ട് ചെയ്യുള്ളൂ. വിന്നറിനെ ഞാൻ സെലക്ട് ചെയ്യുന്നത് അടുത്ത മാസം 15-ാം തീയതിക്കുള്ളിലായിരിക്കും സെലക്ട് ചെയ്യുന്നത്. ഞാൻ പിന്നീട് അനൗൺസ് ചെയ്യുക എന്നാണ് സെലക്ട് ചെയ്യുക എന്നുള്ളത് ചാനലിൽ വീഡിയോ തന്നെ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് മന്ത് 15th ഞാൻ അനൗൺസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ലക്കി വിന്നർക്ക് നമ്മുടെ കയ്യിലുള്ള 2 വേരിയൻറ്റും 8GB റാമും 128GB സ്റ്റോറേജുമാണ്. അപ്പോൾ ഈ ഒരു വേരിയൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലക്കിയായി സെലക്ട് ചെയ്യുന്ന വിന്നർക്ക് കിട്ടുന്നത്. 8GB റാം 128GB സ്റ്റോറേജിൻ്റെ ഒരു ഫോണായിരിക്കും കിട്ടുക. അപ്പോൾ ഏതൊക്കെ വേണമെന്നുള്ളത് നിങ്ങൾക്ക് കളർ ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, ഈ ചാനലിൻ്റെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എൻട്രി ചെയ്യാവുന്നതാണ്. ആ എൻട്രിയിൽ നിങ്ങൾക്ക് ഈ ചാനലിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ്, അതായത് ട്വിറ്റർ ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, അതേപോലെ തന്നെ ഈ സബ്സ്ക്രൈബ് ബട്ടൺ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്, ഫോളോ ചെയ്യാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. ബാക്കിയെല്ലാം മാൻഡേറ്ററി അല്ല. പക്ഷേ നിങ്ങൾ സബ്സ്ക്രൈബോ അല്ലെങ്കിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വിന്നിങ് ചാൻസസ് കൂടുതലാണെന്നേ ഉള്ളൂ. പക്ഷേ ചാനൽ സബ്സ്ക്രൈബിങ് മാത്രമേ മാൻഡേറ്ററി ആയ കാര്യമുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഗീവ് അവേയിൽ പങ്കെടുക്കുമെന്ന് വിചാരിക്കുന്നു. വളരെ നല്ലൊരു സ്മാർട്ട് ഫോണാണ്, തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അപ്പോൾ ഇതായിരുന്നു Mi 11 ലൈറ്റിൻ്റെ അൺബോക്സിങ്ങും ഒരു ഗീവ് അവേയാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരുപാട് പേര് ചോദിക്കേണ്ടായി ഗീവ് അവേ എന്താ വരാത്ത. അപ്പോൾ നമ്മൾ ഗീവ് അവേ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക, ഗീവ് അവേ സക്സസ്ഫുൾ ആക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.